എല്ലാ വേദനയും മാറും. ഇതൊരു സാധാരണ ഇഞ്ചക്ഷനാണ്. വേണ്ട, ഇതൊരു സാധാരണ വേദനയാണ്. കുട്ടേട്ടൻ്റെ മുഖത്ത് നോക്കി അവർ ഇഞ്ചക്ഷൻ നീട്ടി. അതുമായി കുട്ടേട്ടൻ തറച്ചിരുന്നതേയുള്ളൂ. ക്ഷീണം നിമിത്തം ഗിരിജ വീണ്ടും മയങ്ങി. ഉണർന്നപ്പോൾ അടുത്തുള്ള കസേരയിൽ ചിന്താധീനനായിരുന്ന കുട്ടേട്ടൻ അടുത്തു വന്നു നിന്നു. എന്താണുണ്ടായത് ഗിരി? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. എങ്കിലും കുട്ടേട്ടൻ്റെ സാമീപ്യം സുരക്ഷിതത്വബോധം നൽകി. അല്പം കഴിഞ്ഞ് കുട്ടേട്ടൻ അവളുടെ നെറ്റിയിൽ കൈ ചേർത്തു പിടിച്ചു ചോദിച്ചു, ആരാണീ പ്രകാശ് ഗിരി? എന്തു പറയണമെന്ന് ഒരു നിമിഷം ഗിരിജയ്ക്ക് പിടികിട്ടിയില്ല. നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ? അവൾ തലയാട്ടി. ഇന്നെനിക്കയാളുടെ ഫോൺ ഉണ്ടായിരുന്നു. നോക്കൂ, നീ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. എന്നിട്ടും നീ ഇത് മറച്ചുവെച്ചു. ഞാനൊരു ഡോക്ടറായിട്ടും. പ്രകാശ് ഫോൺ ചെയ്തെന്നറിഞ്ഞപ്പോൾ ഗിരിജയ്ക്ക് സന്തോഷം തോന്നി. ആ സ്നേഹവും കുട്ടേട്ടൻ്റെ സ്നേഹവും ഒരുമിച്ച് അനുഭവപ്പെട്ടപ്പോൾ അവൾക്ക് ആനന്ദം കൊണ്ട് പൊട്ടിക്കരയാൻ തോന്നി. നീയൊരു ഓപ്പറേഷന് ഉടനെ വിധേയയാകേണ്ടി വരും. ഇനിയൊരു വേദനയ്ക്ക് ഇടയാവരുത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രൂപയുടെ മൂത്ത ബ്രദറുണ്ട്. വേണ്ട പോലെ ഉടൻ ചെയ്യും. നീ മനസ്സുകൊണ്ട് തയ്യാറാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവൾ സ്വപ്നത്തിൽ കണ്ട ചുവന്ന പട്ടുകൊണ്ട് മൂടിയ അമ്മയെ ഓർത്തു. മുറുകി നിന്ന കൊട്ടുകൾ താനേ അയഞ്ഞു. അമ്മയുടെ ഇമകളിൽ തങ്ങി നിന്ന മഞ്ഞുതുള്ളികൾ അവളുടെ മുഖത്ത് തണുപ്പ് പരത്തി. പിന്നൊരു വൈകുന്നേരം ഇല്ലപ്പറമ്പിൻ്റെ ഓരത്ത് നിന്ന് അസ്തമയം കാണുകയായിരുന്നു. പിന്നിലൂടെ വന്ന ദിനു പതുക്കെ ഗിരിജയുടെ ചുമലിൽ കൈവച്ചു. തീരത്ത് പോവാം ഗിരി. നിമിഷങ്ങൾക്കകം ഇരുട്ട് പടരുമെന്നറിയാം. എന്നാലും തീരത്തേക്ക് പോവാമെന്ന് കേട്ടപ്പോൾ മനസ്സ് ഉന്മേഷം പൂണ്ടു. പോവാം. അവൾ തിരിഞ്ഞു നിന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു. ദിനുവിനോടൊപ്പം ഇല്ലപ്പടവുകളിറങ്ങി. വിടർന്ന റോസിന്റെ ഗന്ധമുള്ള വായു നിറഞ്ഞു നിൽക്കുന്നു. തണ്ട് ഉഷ റോസാക്കമ്പ് നട്ട സ്ഥലത്തേക്ക് നോക്കി. പടർന്നു കിടക്കുന്ന തകരച്ചെടികളുടെ ഇടയിൽ ഒരു കുലപ്പൂവ്, മഞ്ഞ റോസ്. അവൾ അത് പറിച്ചെടുത്തില്ല. ഉഷ മരിച്ചത് ഒരു പൂവിനു വേണ്ടിയാണെന്ന് അവ്യക്തമായ ഒരു ബോധം പൂക്കളിൽ നിന്ന് എപ്പോഴും അവളെ അകറ്റി. വല്ലപ്പോഴും അരുണിനോടൊപ്പം പാർക്കിൽ ചെന്നാൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് പറിച്ചെടുക്കുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുമായിരുന്നു. പെട്ടെന്ന് ദിനു ചോദിച്ചു, നിനക്ക് ഉഷയെ ഓർമ്മയുണ്ടോ ഗിരി? ആ പൂവാണ്, അതിൻ്റെ സുഗന്ധമാണ് ദിനുവിനെയും പെട്ടെന്ന് ഉഷയിലേക്ക് നയിച്ചതെന്ന് തോന്നി. ഉഷയെ എങ്ങനെ മറക്കാൻ കഴിയും? ശരിയാണ്, പക്ഷേ എല്ലാവരും സ്നേഹിച്ചുകൊണ്ടിരിക്കെ മരിക്കുക ഒരു ഭാഗ്യമാണ്, അല്ലേ? അമ്പലത്തിൽ നിന്ന് ചിതറി വീഴുന്ന ശങ്കുലി ആരോഹണാവരോഹണങ്ങളിൽ 4 ദിക്കിലും അത് മാറ്റൊലി കൊണ്ടു. ശ്രീകോവിലിനു ചുറ്റുമുള്ള ചെറിയ വൈദ്യുത വിളക്കുകൾക്ക് മഴവില്ലിൻ്റെ നിറഭംഗി. ഓം ഭൂർഭുവസ്വഹ തത് സവിതുർവരേണ്യം. അമ്മ നിർബന്ധിച്ചു ചൊല്ലിച്ചിരുന്ന മന്ത്രാക്ഷരങ്ങൾ. നനവില്ലാത്ത മണലിൽ ഇരുട്ട് പരന്നിരുന്നു. അമ്പലക്കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കോളാമ്പിപ്പൂക്കൾ